ഡെൻമാർക്കിന്റെ ഉൾനാടുകളിലൂടെയുള്ള യാത്ര തുടരുകയാണ്. കാർഷിക ഭൂമിയിലൂടെയാണ് യാത്ര. കൃഷിയിടങ്ങൾക്കിടയിലൂടെയുള്ള ചെറിയ ഇടവഴികളിലൂടെയൊക്കെ ഗ്രാമങ്ങൾ കണ്ടങ്ങനെ പോകുന്നു. അധികം മനുഷ്യരെയൊന്നും വഴിയിൽ കാണുന്നില്ല. അങ്ങനെ പോകവേ ഒരു വലിയ വീടിന്റെ മുറ്റത്ത് വഴിയരികിൽ കുറെ മത്തങ്ങ നിരത്തി വെച്ചിരിക്കുന്നത് കണ്ടു. അവിടെയൊന്ന് വണ്ടി നിർത്താൻ ഞാൻ പറഞ്ഞു. അങ്ങനെ വണ്ടി നിർത്തിയിറങ്ങി പിറകോട്ട് ചെല്ലുകയാണ്. വീടിന്റെ ഭിത്തിയിൽ സ്കോവൈഗാർഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതൊരു കുടുംബപ്പേരാണ്. വനത്താൽ ചുറ്റപ്പെട്ട ഫാം എന്നാണ് സ്കോവൈഗാർഡ് എന്നതിനർത്ഥം. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കുടുംബപ്പേരുകൾ. ഒരു സ്ലെഡ്ജ് വണ്ടി. ഈ മത്തങ്ങ വിൽപ്പനയ്ക്കുള്ളതാണെന്ന് ഇവിടെ ബോർഡുണ്ട്. അതിൻ്റെയൊക്കെ വിലയുമുണ്ട്. പല രൂപത്തിലുള്ള മത്തങ്ങ. ഡിസൈനർ മത്തങ്ങയാണെന്ന് പറയാം. ഒരു കലാരൂപം പോലെയാണ് അതിരിക്കുന്നത്. പല നിറത്തിലും രൂപത്തിലും വലിപ്പത്തിലുമുള്ള മത്തങ്ങകൾ. ഇവിടെ ഒരു ബോർഡും വെച്ചിട്ടുണ്ട്. മത്തങ്ങയിൽ വെറുതെ തൊടരുത്, വേണമെങ്കിൽ എടുക്കാം. പേയ്മെന്റ് നൽകേണ്ട നമ്പറും കൊടുത്തിട്ടുണ്ട്. തൊട്ടാൽ അത് കേടായി പോകുമത്രേ. ഓരോന്നിലും വില എഴുതി വെച്ചിട്ടുണ്ട്. വലിപ്പമനുസരിച്ചാണ് വില. ഈ മത്തങ്ങ മോഡലിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇവിടെയുള്ള സ്ലെഡ്ജിൽ കയറി ഇരിക്കരുതെന്നാണ്. മഞ്ഞിന് മുകളിലൂടെ വലിച്ചുകൊണ്ടു പോകുന്ന പഴയൊരു വണ്ടിയാണിത്. പണ്ട് ഇത്തരം മഞ്ഞുവണ്ടികളിലായിരുന്നു ആളുകൾ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ മഞ്ഞിലൂടെ സഞ്ചരിച്ചിരുന്നതും സാധനങ്ങൾ കൊണ്ടുപോയിരുന്നതും. ഇവിടെ വരുന്ന ചിലരൊക്കെ അതിൽ കയറി ഇരിക്കുന്നുണ്ടാവാം. ബോർഡ് നമ്മളെ ഉദ്ദേശിച്ചാണ്, നമ്മളെ മാത്രം ഉദ്ദേശിച്ചാണ് എന്നെനിക്ക് മനസ്സിലായി. ഇന്ത്യക്കാരെ. മത്തങ്ങയുടെ വൈവിധ്യമാണ് കൗതുകകരം. ഇളം പച്ചയും കടും പച്ചയും ഓറഞ്ചുമെല്ലാമായ നിറങ്ങളിലുള്ളവ. ആരും തുടരുതെന്ന് പറഞ്ഞാൽ തൊടില്ല, ഇരിക്കരുതെന്ന് പറഞ്ഞാൽ ഇരിക്കില്ല. അത് ഇന്നാട്ടുകാരുടെ സംസ്കാരമാണ്. പണമിടാൻ ഇവിടെ ഒരു പെട്ടി പോലും വെച്ചിട്ടില്ല. എടുക്കാം. അതിന് ചുവട്ടിൽ എഴുതി വെച്ച വില ഡിജിറ്റൽ ട്രാൻസ്ഫർ ചെയ്താൽ മതി. മത്തങ്ങ വാങ്ങണോ എന്നത് സംബന്ധിച്ച് എന്റെ സുഹൃത്തുക്കൾ വിദ്യാദത്തും ഫഹദും ഒരു ചർച്ച നടത്തി. ഒടുവിൽ വാങ്ങേണ്ട എന്ന് ഏകകണ്ഠമായി തീരുമാനിച്ച് ഞങ്ങൾ മടങ്ങുകയാണ്. എനിക്ക് വളരെ രസകരമായി തോന്നി ഈ കച്ചവടം. 1942 വീടാണിത്. ലോകമഹായുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന നാളുകളിലാണ് ഈ വീട് പണിയുന്നതെന്നർത്ഥം. 80 വർഷത്തിലേറെ പ്രായമുള്ള ഇഷ്ടിക കെട്ടിടം. വണ്ടിയിൽ കയറി യാത്ര തുടരുമ്പോൾ ഞാൻ ചിന്തിച്ചത് അതുതന്നെയാണ്. ലോകമഹായുദ്ധത്തിന്റെ ആദ്യ നാളുകളിലൊന്നും ഡെൻമാർക്കിലെ കർഷകർക്കും ഗ്രാമീണർക്കും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. 1940 ഏപ്രിലാണ് ജർമ്മനിയുടെ നാസി പട്ടാളം ഡെൻമാർക്കിലെത്തിയത്. ഒരു ചെറുത്തുനിൽപ്പുമില്ലാതെ ഈ നാട് കീഴടങ്ങി. അതിനാൽ അന്ന് ഭരിച്ചുകൊണ്ടിരുന്നവർക്ക് അധികാരത്തിൽ തുടരാൻ നാസികൾ അനുമതി നൽകി. യുദ്ധം ഈ ഗ്രാമങ്ങളെയൊന്നും ബാധിച്ചതേയില്ല. പട്ടണങ്ങളിൽ യുവാക്കൾ സംഘടിക്കുകയും നാസികൾക്കെതിരെ രഹസ്യനീക്കം നടത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ഗ്രാമങ്ങളിൽ അതൊന്നും അറിഞ്ഞില്ല. കർഷകർ സാധാരണ പോലെ പണിയെടുത്തു, സന്തോഷകരമായ ജീവിതം നയിച്ചു. എന്നാൽ 1943 ആയപ്പോഴേക്കും കഥ മാറി. നാസികൾ ഡെൻമാർക്കിലെ ഗവൺമെന്റിനെ പുറത്താക്കി. കാർഷിക രാജ്യമായ ഡെൻമാർക്കിനെ നാസികൾ ശരിക്കും ഉപയോഗപ്പെടുത്തി. ജർമ്മൻ പട്ടാളക്കാർക്കുള്ള ഭക്ഷണത്തിന്റെ പ്രധാന ഉറവിടമായി ഈ നാടിനെ മാറ്റി. അതോടെ ഗ്രാമങ്ങൾ ദുരിതത്തിലായി. ഗ്രാമങ്ങളിലേക്ക് കടന്നുവന്ന നാസി പട്ടാളം കാർഷിക ഉൽപ്പന്നങ്ങളെല്ലാം പിടിച്ചെടുത്തു. ധാന്യങ്ങളും മറ്റും വിൽക്കാൻ പാടില്ലെന്ന നിർദ്ദേശം വന്നു. റേഷനിംഗ് ഏർപ്പെടുത്തി. തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ധാന്യവും പച്ചക്കറിയുമൊക്കെ നാസി പട്ടാളത്തിന് നൽകി പട്ടിണി കിടക്കേണ്ടി വന്ന അവസ്ഥയിലായി ഗ്രാമീണർ. എങ്കിലും അവർ പിടിച്ചുനിന്നു. ജർമ്മൻ പടയ്ക്ക് സഹായകമാകാതിരിക്കാൻ കൃഷിപ്പണികൾ നിർത്തിവെച്ച കർഷകരും അക്കാലത്ത് ഇത്തരം ഗ്രാമങ്ങളിലുണ്ടായിരുന്നു. ബ്രിട്ടീഷ് വ്യോമസേനയെ സഹായിച്ച കർഷകരുമുണ്ടായിരുന്നു ഗ്രാമങ്ങളിൽ. ആൻഡേഴ്സ് റാസ്മൂസൻ എന്ന കർഷകൻ അങ്ങനെ ഒരാളായിരുന്നു. തന്റെ കൃഷിയിടം രാത്രിയുടെ മറവിൽ ബ്രിട്ടീഷ് വിമാനങ്ങൾക്കിറങ്ങാനുള്ള സ്ഥലമാക്കി മാറ്റി ആൻഡേഴ്സ്. അങ്ങനെ ജർമ്മൻ നിയന്ത്രണത്തിലുള്ള പ്രദേശത്ത് തങ്ങളുടെ ഏജന്റുമാരെ ഇറക്കാൻ ബ്രിട്ടന് കഴിഞ്ഞു. ഉൾനാട്ടിൽ ഒരു കറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മെയിൻ റോഡിലേക്കെത്തി. സ്ട്രോബി എന്ന പട്ടണത്തിലേക്കു കയറി. ഒരു ഇടത്തരം പട്ടണമാണ് സ്ട്രോബി. ഞങ്ങൾ സ്റ്റീവൻസ് ക്ലിൻഡിലേക്ക് പോകുമ്പോൾ ഈ പട്ടണത്തിന്റെ ഒരു ഭാഗത്തുകൂടിയാണ് കടന്നുപോയത്. സ്ട്രോബിയിൽ ഒരു പള്ളിയുണ്ട്. പബ്ലിക് സ്കൂളൊന്നും സ്ട്രോബിയിലില്ല.
എന്നാൽ ഈ പട്ടണത്തിന്റെ പരിസരങ്ങളിൽ ഏതാനും പ്രൈവറ്റ് സ്കൂളുകളും ബോർഡിംഗ് സ്കൂളുകളുമുണ്ട്. കുറ്റമറ്റ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന നാടാണ് ഡെൻമാർക്ക്. പ്രീ സ്കൂൾ വിദ്യാഭ്യാസം മുതൽ അത് ആരംഭിക്കുന്നു. 6 മാസം മുതൽ 3 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നഴ്സറികളും 3 മുതൽ 6 വയസ്സുവരെയുള്ളവർക്ക് കിൻഡർ ഗാർട്ടനുകളുമുണ്ട്. കളികൾ, പിക്നിക്കുകൾ എന്നിവയിലൂടെ കുട്ടികളെ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ താൽപ്പര്യമുള്ളവരാക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഓരോ കുട്ടിക്കും നഴ്സറി, കിൻഡർ ഗാർട്ടൻ സൗകര്യം ലഭ്യമാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനുള്ള ചുമതല മുനിസിപ്പാലിറ്റിക്കാണ്. 1-ാം ക്ലാസ്സിൽ ചേരുന്നതിന് മുൻപുള്ള 1 വർഷത്തെ പഠനം സൗജന്യമാണ്. മുനിസിപ്പാലിറ്റികളാണ് അതിനുള്ള ഫണ്ട് സ്കൂളുകൾക്ക് നൽകുക. 6 മുതൽ 16 വയസ്സുവരെ ഇവിടെ നിർബന്ധിത വിദ്യാഭ്യാസമാണ്. ഇവിടുത്തെ പൗരന്മാരുടെ കുട്ടികൾക്ക് അത് തികച്ചും സൗജന്യവുമാണ്. കാണാപാഠം പഠിച്ച് പരീക്ഷ എഴുതി പാസ്സാകുന്ന രീതി ഇവിടെ പ്രോത്സാഹിപ്പിക്കുന്നതേയില്ല. ഗ്രൂപ്പ് വർക്കുകൾക്ക് മുൻതൂക്കം നൽകുന്ന കോപ്പറേറ്റീവ് ലേണിംഗ്, ലോകവിവരമുണ്ടാകുന്ന പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ്, പ്രായോഗികതയ്ക്ക് പ്രാധാന്യം നൽകുന്ന പ്രോജക്റ്റ് ബേസ്ഡ് ലേണിംഗ് എന്നിവയ്ക്കാണ് മുൻതൂക്കം. സ്വതന്ത്ര ചിന്ത, കാര്യങ്ങളെ വിമർശന ബുദ്ധിയോടെ സമീപിക്കൽ, സാമൂഹികമായ കഴിവുകൾ വികസിപ്പിക്കൽ, സഹാനുഭൂതി വളർത്തൽ എന്നിവയ്ക്കെല്ലാമാണ് ഇവിടുത്തെ വിദ്യാഭ്യാസത്തിൽ ഊന്നൽ നൽകുന്നത്. ചെറു ക്ലാസുകളിൽ പരീക്ഷകൾക്ക് വലിയ പ്രാധാന്യമില്ല. 9-10 ക്ലാസുകളിൽ എത്തുമ്പോഴാണ് കാര്യമായ പരീക്ഷകളുള്ളത്. ഹൈസ്കൂൾ പഠനം കഴിഞ്ഞാൽ കുട്ടികൾക്ക് 3 വർഷത്തെ ജിംനേഷ്യം പഠനം അഥവാ പ്രീ യൂണിവേഴ്സിറ്റി പഠനത്തിന് പോകാം. അല്ലെങ്കിൽ VET എന്ന വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്ങിന് പോകാം. തൊഴിലധിഷ്ഠിത കോഴ്സുകളാണത്. ഇലക്ട്രോണിക്സ്, ആശാരിപ്പണി, കൺസ്ട്രക്ഷൻ, കൃഷി എന്നിങ്ങനെ 100ഓളം മേഖലകളിൽ അവിടെ പരിശീലനമുണ്ട്. അങ്ങനെ മികച്ച ഒരു പൗരനെ രൂപപ്പെടുത്താനുള്ളതെല്ലാം ഇവിടെ വിദ്യാഭ്യാസത്തിലൂടെ ലഭിക്കുന്നു. യാത്രയിൽ ഇടയ്ക്കിടെ ഇങ്ങനെ നല്ല പച്ചപ്പിന്റെ പ്രദേശങ്ങളുമുണ്ട്. പാതയുടെ ഇരുവശത്തും ഇടതൂർന്ന മരങ്ങളുടെ നിര. ഒരു ഗ്രാമം കടന്ന് അടുത്ത ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ വനസമാനമായ പ്രദേശങ്ങൾ കടക്കണം. അത് കഴിയുമ്പോൾ കൃഷിയിടവും പിന്നെ അടുത്ത ഗ്രാമവും ഉണ്ടാവും. രാജ്യത്തിന്റെ വലിയൊരു ഭാഗം വനമാണെന്ന് തോന്നും. ഇപ്പോൾ ഞങ്ങൾ ഒരു ക്യാമ്പിംഗ് സൈറ്റിലേക്ക് എത്തുന്നു. നേരത്തെ ഈ വഴി പോകുമ്പോൾ കണ്ടതാണ്. ഞങ്ങൾ അവിടേക്ക് ചെന്ന് കയറി. പുറത്തൊന്നും അധികം ആളില്ല. എങ്കിലും ഇത് നല്ലൊരു ഫെസിലിറ്റിയാണെന്ന് മനസ്സിലായി. കോഗെ ആൻഡ് വാലോ ക്യാമ്പിംഗ്. നമ്മുടെ നാട്ടിൽ സുപരിചിതമല്ലാത്ത ഒന്നാണ് ക്യാമ്പിംഗ് സൈറ്റുകളും അവിടുത്തെ ജീവിതവും. വിദ്യ അനുവാദം വാങ്ങുന്നതിനായി റിസപ്ഷനിലേക്ക് പോയി. ഞാൻ ആ പ്രധാന കെട്ടിടത്തിന്റെ ചുറ്റുമൊന്ന് നടന്നു. ഈ കെട്ടിടത്തിന്റെ ഒരു ഭാഗം മുഴുവൻ ടോയ്ലറ്റുകളാണ്. നല്ല സ്പേഷ്യസ് ആയ ടോയ്ലറ്റുകൾ. ആളുകൾക്ക് കറങ്ങാൻ പോകാൻ ഉപയോഗിക്കാവുന്ന സൈക്കിളുകൾ. ഏതാനും ക്യാമ്പർ വാഹനങ്ങളും കാറുകളും പാർക്ക് ചെയ്തിരിക്കുന്നു. ക്യാമ്പിംഗ് ഏരിയ എന്നാൽ കാരവനുകൾ മാത്രം കൊണ്ടുവന്നിടുന്ന സ്ഥലമല്ല. ക്യാമ്പറുകൾ കൊണ്ടുവന്നിടാം. അല്ലെങ്കിൽ ടെന്റ് അടിച്ച് ഇവിടെ താമസിക്കാം. ഒരു ബീച്ചിന്റെ സാന്നിധ്യമുള്ളിടത്തോ വനത്തിലോ ഒക്കെയാണ് ഇത്തരം ക്യാമ്പിംഗ് സൈറ്റുകൾ ഉണ്ടാവുക. വേലി കെട്ടിത്തിരിച്ച് അവിടം അവരുടെ ഒരു പുരയിടം പോലെ ആക്കിയിരിക്കുന്നു. ഒരു ക്യാമ്പർ വാഹനവും അതിനോട് ചേർന്ന് ടെന്റുമുണ്ട്. അവിടെ താമസിക്കും. ഇവിടെ പിന്നിൽ ഒരു കടൽ തീരമാണുള്ളത്. ഇടയ്ക്ക് ബീച്ചിൽ പോകും. ഇവിടെ വന്ന് ഭക്ഷണമുണ്ടാക്കി കഴിച്ച് ടെന്റിൽ താമസിക്കുകയും ചെയ്യും. വീട്ടിൽ നിന്ന് മാറി ഇങ്ങനെയൊരു പ്രദേശത്ത് ക്യാമ്പ് ചെയ്യാനുള്ള സൗകര്യം നൽകുക എന്നതാണ് പ്രധാനം. ഇത് രസകരമായ ഒരു കൺസെപ്റ്റാണ്. ഇത്തരം സൗകര്യങ്ങൾ നമ്മുടെ മലയോര മേഖലയിലും കടൽ തീരങ്ങളിലുമൊക്കെ കൊണ്ടുവരാവുന്നതാണ്. പറമ്പുണ്ടായാൽ മതി. കെട്ടിടം പോലും പണിയേണ്ട. ഇതൊക്കെ കേരളത്തിലെ ടൂറിസം രംഗത്ത് വരണം. തെങ്ങിൻ തോപ്പുകളിലും തോട്ടങ്ങളിലുമെല്ലാം ഈ സൗകര്യം ഉണ്ടാക്കാവുന്നതേയുള്ളൂ. ബിൽഡിംഗ് പണിയാൻ അനുമതി കിട്ടാത്തയിടത്ത് എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ക്യാമ്പിംഗ് സൈറ്റുകൾ ഒരുക്കിക്കൂടാ? ഇരുന്നു ഭക്ഷണം കഴിക്കാൻ ഇങ്ങനെ ചില ബെഞ്ചുകൾ പണിതിടുക. കുട്ടികൾക്ക് കളിക്കാനുള്ള ചില സൗകര്യങ്ങൾ ഉണ്ടാക്കുക. നല്ല ടോയ്ലറ്റുകൾ പണിതിടുക എന്നിവയൊക്കെ മതി. ഇതിവിടുത്തെ ഒരു കോമൺ കിച്ചണാണ്. ടെന്റുകളിൽ താമസിക്കുന്നവർക്ക് ഇവിടെ വന്ന് ഭക്ഷണമുണ്ടാക്കാം. അതിനുള്ള സൗകര്യങ്ങളും ഗ്യാസുമെല്ലാം ഇവിടെയുണ്ട്. ടോയ്ലറ്റുകളുണ്ട്. തുണി അലക്കാനുള്ള കോമൺ ഫെസിലിറ്റികളുണ്ട്. കോമൺ കെട്ടിടത്തിൽ അതൊക്കെയാണ്. തൊട്ടടുത്ത് തന്നെ പാത്രങ്ങൾ കഴുകാനുള്ള സൗകര്യം. പിന്നെ വെള്ളം ശേഖരിക്കാവുന്ന പൊതു ടാപ്പുകൾ. പാത്രങ്ങളും വാഹനവും കഴുകാനും കുടിക്കാനുമുള്ള വെള്ളമുണ്ട്.
ധാരാളം ആളുകൾ ഇവിടെയൊക്കെ വന്ന് ക്യാമ്പ് ചെയ്യുന്നു. ക്യാമ്പിംഗ് രസകരമായ ഒരു പരിപാടിയാണ്. കേരളം പോലുള്ള സ്ഥലങ്ങളിൽ ധാരാളം ക്യാമ്പിംഗ് സൈറ്റുകൾ നമുക്കൊരുക്കാവുന്നതേയുള്ളൂ. വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും വേണ്ട. അവിടെ നിന്നും ഒരു ഐസ്ക്രീമും വാങ്ങി വിദ്യാദത്തും ഫഹദും തിരിച്ചു വന്നു. ഞങ്ങൾ യാത്ര തുടരുകയാണ്. ഇങ്ങനെയുള്ള ഓരോ യാത്രയിലും എത്രയെത്ര പുതിയ ആശയങ്ങളാണ് ലഭിക്കുന്നത്. ആ ആശയങ്ങൾ സമൂഹത്തിലേക്ക് പകരുമ്പോൾ തീർച്ചയായും സമൂഹത്തിൽ പുതിയ ചിന്തകളുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുതന്നെയാണ് സഞ്ചാരത്തിന്റെ ദൗത്യവും. ഇപ്പോൾ ഞങ്ങൾ ഖോഗെ പട്ടണത്തിലേക്ക് കയറുന്നു. ഖോഗെ ഒരു പുരാതനമായ പട്ടണമാണ്, വലിയ ചരിത്രമുള്ള പട്ടണം. അതുകൊണ്ട് തന്നെ ഖോഗയുടെ പഴയ നഗരഭാഗത്തേക്ക് ഒന്ന് പോകാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഇപ്പോൾ ഞങ്ങൾ നഗരത്തിന് പുറത്തുകൂടിയാണ് പോകുന്നത്. ഒരു മഴയുടെ ലക്ഷണമൊക്കെയുണ്ട്. എന്നാലും പഴയ നഗരഭാഗം കണ്ടിട്ട് തന്നെ യാത്ര തുടരാം. എങ്ങനെ അകത്തേക്ക് പോകും എന്നൊരു സംശയമായി. ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2026 ഏപ്രിൽ മെയ് മാസങ്ങളിൽ USA, യൂറോപ്പിലെ 10 രാജ്യങ്ങൾ, സ്കാൻഡിനേവിയ ആൻഡ് ബാൾട്ടിക്, ജപ്പാൻ ആൻഡ് കൊറിയ, ചൈന ആൻഡ് മംഗോളിയ, 5 ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്ക് സഞ്ചാരത്തിനൊപ്പം സഞ്ചരിക്കാൻ ഇപ്പോൾ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക അല്ലെങ്കിൽ മെസ്സേജ് അയയ്ക്കുക. ഫോൺ 7591966600. അൽബേനിയ, മാൽഡീവ്സ്, ജോർജിയ, എത്യോപ്യ. സഞ്ചാരം വോളിയം നമ്പർ 11. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഡെൻമാർക്കിലെ തന്നെ ആദ്യകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കറ്റ് സിറ്റിയായിരുന്നു ഖോഗെ. 13-ാം നൂറ്റാണ്ട് മുതൽ ഏറെ തിരക്കുണ്ടായിരുന്ന മാർക്കറ്റ് ടൗൺ. മഴ പെയ്തു തുടങ്ങി. ഡൗൺ ടൗണിലേക്ക് ഒരു സബ്വേയിലൂടെ വേണം പോകാൻ. അവിടെ എത്തിയാലും മഴ പ്രശ്നമാകുമോ എന്നൊരു സംശയമായി. പക്ഷേ യൂറോപ്പിലെ മഴയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. മണിക്കൂറുകളോളം തുടർച്ചയായി മഴ പെയ്യില്ല. പെയ്തു തുടങ്ങിയാൽ 5-10 മിനിറ്റ് കൊണ്ട് തോർന്നുകൊള്ളും. ചുടുകട്ട പണിത വലിയ കെട്ടിടങ്ങൾ കണ്ടുകൊണ്ടാണ് പോകുന്നത്. 1920കളിലൊക്കെ പണിത കെട്ടിടങ്ങളാണ്. ഇവിടെ കാണുന്നതെല്ലാം ചുടുകട്ട പണിത കെട്ടിടങ്ങൾ തന്നെ. അതിനൊരു ഭംഗിയുണ്ട്. ചുവന്ന ചുവരിലെ വെളുത്ത ജാലകങ്ങൾ. കറണ്ട് കമ്പികളും പോസ്റ്റുകളുമൊന്നും എവിടെയുമില്ല എന്നതാണ് മറ്റൊരു കാര്യം. ഒരു അസാമാന്യ സൗന്ദര്യമാണത്. ഇങ്ങനെയുള്ള കാഴ്ചകളാണ് യൂറോപ്പിലെ തെരുവുകളെ ഏറ്റവും ആകർഷകമാക്കുന്നത്. ഓഫീസുകളും ബിസിനസ് സ്ഥാപനങ്ങളുമെല്ലാം ആവാം ഇതിനകത്തൊക്കെ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഒരു പള്ളി കാണാം, സെന്റ് നിക്കോളായി ചർച്ച്. ഇതെല്ലാം പഴയ നഗരഭാഗമാണ്. വലിയ ചുടുകട്ട കൊണ്ട് പണിത പള്ളി. അതിന്റെ മുന്നിലൂടെ പോകുമ്പോൾ ഞങ്ങൾ കോബിൾ സ്റ്റോൺ വിരിച്ച ഭാഗത്തേക്ക് എത്തുകയാണ്. ഇങ്ങനെ കല്ല് വിരിച്ച പാതയിലേക്ക് എത്തിയാൽ ഹിസ്റ്റോറിക് ഡിസ്ട്രിക്റ്റിലേക്ക് പ്രവേശിച്ചു എന്നതാണ് അതിനർത്ഥം. ഈ കെട്ടിടത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഡെൻമാർക്കിലെ തന്നെ ഏറ്റവും പഴയ വീടാണിത്. 1527 പണിത വീട്. വാനിങ്ങർ എന്നാണ് ഇതിവിടെ അറിയപ്പെടുന്നത്. തൊട്ടു ചേർന്നുള്ള 2 വീടുകൾ. അതിന് നേരെ പിന്നിലാണ് ബിബ്ലിയോത്തക് എന്ന ബോർഡുള്ള ഖോഗയിലെ ലൈബ്രറി. ചുടുകട്ട കൊണ്ട് നിർമ്മിച്ച വലിയൊരു കെട്ടിടമാണത്. ഡെൻമാർക്കിലെ തന്നെ ഏറ്റവും പഴയ ലൈബ്രറികളിലൊന്നാണ് ഖോഗയിലേത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഒരു സാംസ്കാരിക കേന്ദ്രമായിരുന്നു ഖോഗെ. ഇതാണ് ഖോഗയിലെ പ്രധാന ദേവാലയം, സെന്റ് നിക്കോളായി ചർച്ച്. ഖോഗെ കിർക്കെ എന്നാണ് ഇതിവിടെ അറിയപ്പെടുന്നത്. 13-ാം നൂറ്റാണ്ടിൽ പണിത പള്ളിയാണിത്. പള്ളിയിൽ പലതവണ പുതുക്കിപ്പണിയൽ നടന്നിട്ടുണ്ടെങ്കിലും 1400-ൽ പണിത ടവർ ഇപ്പോഴും അതേപടി നിൽപ്പുണ്ട്. 700 പേർക്ക് ഒരേ സമയം ആരാധനയിൽ പങ്കെടുക്കാനുള്ള സൗകര്യം പള്ളിയിലുണ്ട്. ഞാൻ അവിടെ നിന്നും പുരാതന ഭവനത്തിന്റെ അരികിലേക്ക് തന്നെ ചെന്നു. എത്രയോ തലമുറകളെ കണ്ട കെട്ടിടം. അല്പം മുൻപ് പെയ്ത മഴയിൽ നനഞ്ഞുകിടക്കുന്ന കല്ലുകളിൽ ചവിട്ടി ഞാൻ ആ തെരുവിലൂടെ വീണ്ടും നടന്നു. 1288-ലെ ചില ചരിത്രരേഖകളിലൊക്കെ ഖോഗെ എന്ന മാർക്കറ്റ് ടൗണിനെക്കുറിച്ചുള്ള വിവരണമുണ്ട്. അതിനും എത്രയോ മുൻപ് തന്നെ ഡെൻമാർക്കിലെ പ്രമുഖമായ ഒരു ജനവാസ ഇടമായിരുന്നു ഖോഗെ. വിവിധ നാടുകളിൽ നിന്ന് വ്യാപാരത്തിന് ആളുകളെത്തുന്ന ഒരിടമായിരുന്നു ഇത്.
ഇതിലേ നടക്കുമ്പോൾ നമ്മുടെ മട്ടാഞ്ചേരിയിലെയും ഫോർട്ട് കൊച്ചിയിലെയും എല്ലാം പഴയ കെട്ടിടങ്ങൾ സംരക്ഷിച്ച് നിലനിർത്തിയിരുന്നെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുമായിരുന്നു എന്ന് എനിക്ക് തോന്നി. മട്ടാഞ്ചേരിയിലെ പാണ്ഡികശാലകളെല്ലാം ഇങ്ങനെ തന്നെ ആയിരുന്നല്ലോ. അതെല്ലാം നശിച്ചു പോയെന്ന് മാത്രമല്ല, പലതും പൊളിച്ച് തോന്നും വിധം കെട്ടിടങ്ങൾ പണിതുവെച്ചു. ഞാൻ കോഗയിലെ തെരുവുകളിലൂടെ ഒക്കെ ഒന്ന് കറങ്ങി. എന്റെ പിന്നാലെ കാറുമായി വിദ്യാദത്തും ഫഹദും വരുന്നുണ്ട്. ഈ പട്ടണത്തിന്റെ ഗൂഗിൾ മാപ്പ് കാണിച്ചു തന്നു വിദ്യാദത്ത്. ഈ ആകാശ ദൃശ്യമെടുക്കുന്ന ക്യാമറ ഉണ്ടാക്കുന്നത് വിദ്യാദത്ത് ജോലി ചെയ്യുന്ന ഫേസ് 1 എന്ന കമ്പനിയാണ്. ഹൈ റെസൊല്യൂഷൻ ഡിജിറ്റൽ ഇമേജിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്ന കമ്പനിയാണത്. അവിടുത്തെ IT ബിസിനസ് ഇന്റലിജൻസ് സ്പെഷ്യലിസ്റ്റാണ് വിദ്യാദത്ത്. മഴച്ചാറ്റിലുണ്ട്. എങ്കിലും കോഗയിലെ പ്രധാന സ്ക്വയറിലേക്ക് വണ്ടി വിട്ടു. ഡെൻമാർക്കിൽ മാർക്കറ്റ് ടൗണുകൾ ഉണ്ടാക്കി വ്യാപാരം വർദ്ധിപ്പിക്കാൻ 1288 അന്നത്തെ രാജാവ് തീരുമാനിച്ചിരുന്നു. അങ്ങനെ രൂപപ്പെടുത്തിയ പട്ടണങ്ങളിൽ ഒന്നാണ് കോഗൈ. 1700കളിലെയും 1800കളിലെയും ഒക്കെ കെട്ടിടങ്ങളാണ് ഇവിടെയുള്ളത്. പഴക്കമുള്ള കെട്ടിടം നാടിന്റെ സമ്പത്തായാണ് യൂറോപ്യർ കാണുന്നത്. അതൊരു ബാധ്യതയല്ല. 100 വർഷത്തിലേറെ പഴക്കമുള്ള കെട്ടിടമെന്നാൽ അതിനെ ഏറ്റവും സംരക്ഷിക്കേണ്ടതാണെന്നാണ് ഇന്നാട്ടുകാരുടെ ചിന്ത. ഗവൺമെന്റും അതീവ പ്രാധാന്യത്തോടെ അതെല്ലാം സംരക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ പഴയ കെട്ടിടങ്ങളിൽ ഒരു രൂപമാറ്റവും വരുത്താൻ സമ്മതിക്കില്ല. അതിനെ പഴയപടി സംരക്ഷിച്ചു നിർത്താൻ സഹായം നൽകുകയും ചെയ്യും. ഇവിടെ വലിയൊരു ഗോപുരമുണ്ട്. അതിന്റെ ചുവട്ടിലേക്ക് വണ്ടി വിടാൻ ഞാൻ പറഞ്ഞു. അതെന്താണെന്ന് പിടികിട്ടിയില്ല. ഗൂഗിളിൽ നോക്കിയിട്ടും ഒരു ഐഡിയയുമില്ല. എങ്കിലും അതിന്റെ ചുവട്ടിലേക്കൊന്ന് പോവുകയാണ്. അവിടെ ഇറങ്ങി ഒന്ന് ചുറ്റി നടന്നു. എന്താണ് നിർമ്മിതിയെന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് നോക്കി. അവസാനം കാര്യം മനസ്സിലായി. ഇത് ഈ നഗരത്തിന്റെ വാട്ടർ ടാങ്കാണ്. പഴയ നഗരത്തിന് ചേർന്ന നിർമ്മിതി. വെള്ളസംഭരണി ഇങ്ങനെ പണിയണമെങ്കിൽ ഇവിടെയുള്ളവരുടെ കലാബോധവും സാംസ്കാരിക ബോധവും എത്രയായിരിക്കുമെന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ. ആ സാംസ്കാരിക ബോധത്തെക്കുറിച്ചൊക്കെ ആലോചിച്ചുകൊണ്ട് യാത്ര തുടർന്നു. മഴച്ചാറ്റിലുണ്ട്. ഇനി കോപ്പൻഹേഗൻ നഗരത്തിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. നേരം സന്ധ്യയാവുകയാണ്. കഴിഞ്ഞ ദിവസം കാണാത്ത കുറച്ചു കാഴ്ചകളുണ്ട്. ഇവിടെ താമസിക്കുന്ന സുഹൃത്തുക്കളെ കിട്ടിയപ്പോൾ അവരുടെ കൂടെ തന്നെ ആ കാഴ്ചകളിലേക്ക് പോകുന്നതാണ് എളുപ്പം. ഞങ്ങൾ അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് യാത്ര തുടർന്നു. വിദ്യാദത്ത് ജോലി ചെയ്യുന്ന ഫേസ് 1 എന്ന സ്ഥാപനത്തെക്കുറിച്ചാണ് സംസാരം. ഏരിയൽ മാപ്പിംഗിനും ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിനുമുള്ള ഹൈ എൻഡ് ക്യാമറകൾ ഡെവലപ്പ് ചെയ്യുന്ന കമ്പനിയാണത്. അവിടുത്തെ ജോലിയെക്കുറിച്ചൊക്കെ വിദ്യാദത്ത് പറഞ്ഞു. കാർ കോപ്പൻഹേഗൻ നഗരത്തോട് അടുത്തിരിക്കുന്നു. സ്ലുസേ ഹോൾമൻ എന്ന കനാൽ ഡിസ്ട്രിക്റ്റാണ് ഈ ഭാഗം. ആധുനിക രീതിയിലുള്ള അപ്പാർട്ട്മെന്റുകളുള്ള പ്രദേശമാണ്. കനാലുകളിൽ കൃത്രിമമായി നിർമ്മിച്ച 8 ചെറുദ്വീപുകളിലായി അപ്പാർട്ട്മെന്റ് കോംപ്ലക്സുകളുണ്ട് ഇവിടെ. മുന്നിൽ കണ്ടംപററി ശൈലിയിൽ നിർമ്മിച്ച കുറച്ച് കെട്ടിടങ്ങൾ കാണാം. നാനാവശത്തേക്കും മുള്ളുകൾ എഴുതു നിൽക്കുന്നത് പോലെ ഒരു കെട്ടിടമുണ്ട്. കാക്ടസ് ബിൽഡിംഗ് എന്നാണ് അതിന്റെ പേര്. കള്ളിമുൾ ചെടിയുടെ പേര്. പാശ്ചാത്യ നാടുകളിലെല്ലാം ആർക്കിടെക്ചറിൽ എത്രയെത്ര പരീക്ഷണങ്ങളാണ് നടക്കുന്നത് എന്നത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. കാക്ടസ് ബിൽഡിംഗിന്റെ സമീപത്തുകൂടി ഒന്ന് കയറിപ്പോയാലോ എന്ന് ഞാൻ സുഹൃത്തുക്കളോട് ചോദിച്ചു. ഒരു റാമ്പിലൂടെ അല്പം മുകളിലേക്ക് കയറണം ബിൽഡിങ്ങിനടുത്തേക്ക് എത്താൻ. ശരിക്കും ഒരു റെസിഡൻഷ്യൽ പ്രോജക്റ്റാണ് കാക്ടസ് ബിൽഡിംഗ്. 500 യൂണിറ്റുകളുള്ള അപ്പാർട്ട്മെന്റ് സമുച്ചയം. 2 റൂമുകൾ വീതമുള്ള ചെറിയ അപ്പാർട്ട്മെന്റുകളാണ് ഈ ബിൽഡിംഗിലുള്ളത്. ഒരു ബജറ്റ് ഫ്രണ്ട്ലി ഹോട്ടലും പ്രവർത്തിക്കുന്നുണ്ട് കാക്ടസ് ബിൽഡിംഗിൽ. ഇതാണ് അതിന്റെ എൻട്രൻസ് ഏരിയ. താഴെ ഐക്കിയുടെ ഒരു ഷോറൂമുണ്ട്. അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും നേരം ഇരുട്ടി വരികയാണ്. സൂര്യൻ പടിഞ്ഞാറ് താഴ്ന്നു കഴിഞ്ഞു. എങ്കിലും ഇരുട്ട് പടർന്നിട്ടില്ല. നേരം 6:30 കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ നഗരഹൃദയത്തിലേക്ക് എത്തുകയാണ്. ഒരേ ഉയരമുള്ള ഏതാണ്ട് ഒരേ രൂപമുള്ള കെട്ടിടങ്ങൾ. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ യൂറോപ്പിലെ നഗരഹൃദയങ്ങളെയെല്ലാം ഡിസൈൻ ചെയ്തത് ഇങ്ങനെയാണ്. ഡെൻമാർക്കിലെന്നല്ല, ജർമ്മനിയിലാണെങ്കിലും പോളണ്ടിലാണെങ്കിലുമെല്ലാം നഗരഹൃദയങ്ങൾ ഇങ്ങനെയാണ് ഒരുക്കിയിരിക്കുന്നത്. അത് ഭംഗിയാർന്ന ഒരു കാഴ്ച തന്നെയാണ്. നേരെ മുന്നിൽ കാണുന്നത് ഇവിടുത്തെ ഒരു ആർട്ട് സെന്ററാണ്. ഡെറ്റ് നൈറ്റ് തിയേറ്റർ എന്നാണ് അതിന്റെ പേര്.
ദ ന്യൂ തിയേറ്റർ എന്നാണ് ആ പേരിന്റെ അർത്ഥം. 1908 പ്രവർത്തനം തുടങ്ങിയ തിയേറ്ററാണ്. സംഗീത പരിപാടികൾക്ക് വേണ്ടിയായിരുന്നു ഇത് ആരംഭിച്ചത്. കെട്ടിടത്തിനകത്തുകൂടിയാണ് റോഡ് കടന്നു പോകുന്നത്. ഗംഭീരമായൊരു തിയേറ്ററാണ്. 2 സ്റ്റേജുകളുണ്ട് ഇതിൽ. ഡെൻമാർക്കിലെ തന്നെ ഏറ്റവും വലിയ കലാവതരണ വേദികളിലൊന്നാണ് ഡെറ്റ് നൈറ്റ് തിയേറ്റർ. അത് പിന്നിട്ട് ചെല്ലുമ്പോൾ ഇടതുവശത്ത് ഇക്കാണുന്നത് ഇവിടുത്തെ പ്ലാനറ്റേറിയമാണ്. 1989 പ്രവർത്തനം തുടങ്ങിയ പ്ലാനറ്റേറിയം. അത് പിന്നിടുമ്പോൾ അതേ നിറത്തിൽ കാണുന്നത് സ്കാൻഡിക് ഹോട്ടലും. പല സ്കാൻഡിക് ഹോട്ടലുകളുണ്ട് കോപ്പൻഹേഗനിൽ. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ മിക്കതിലുമുള്ള ഒരു ഹോട്ടൽ ചെയിനാണത്. പല പല നിർമ്മിതികൾ, ഷോപ്പിംഗ് മാളുകളും ഷോറൂമുകളും എല്ലാം ഉണ്ടതിൽ. ഇതൊക്കെ പുതിയ കാല നിർമ്മിതികളാണ്. 70കളിലും 80കളിലും പണിതവ. ഇപ്പോൾ പഴയ ഒരു കെട്ടിടത്തിനു മുന്നിലേക്കാണ് എത്തുന്നത്. പിങ്ക് നിറമുള്ള കെട്ടിടം. അതിവിടുത്തെ പലാഡ്സ് തിയേറ്ററാണ്. ഈ നഗരത്തിലെ തന്നെ ഏറ്റവും പഴയ സിനിമാ തിയേറ്ററാണിത്. ഇപ്പോഴും സിനിമാ പ്രദർശനമുണ്ട്. 1912 മുതൽ പ്രവർത്തിക്കുന്ന തിയേറ്ററാണത്. പക്ഷേ അടുത്ത കാലത്ത് ഇത് പൊളിച്ചു കളയാനുള്ള ഒരു തീരുമാനം വന്നിട്ടുണ്ട്. ഇത് കോപ്പൻഹേഗന്റെ ചരിത്രത്തിന്റെ ഭാഗമാണെന്നും പൊളിക്കരുതെന്നും പറഞ്ഞ് പ്രതിഷേധം കനക്കുന്നുണ്ടത്രേ ഇപ്പോൾ. ഇനിയും വളരെ രസകരമായ ചില സ്ഥലങ്ങളുണ്ട്. അവിടം ലക്ഷ്യമാക്കി ഞങ്ങൾ സഞ്ചാരം തുടർന്നു.